പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 30-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 4-ാം മാസത്തിൻ്റെ 1-ാമത്തെ ദിനം നമ്മോട് ഒരുമിച്ച് പ്രവേശിച്ച എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ ശ്രേഷ്ഠന്മാർ, എത്രയോ ജ്ഞാനികൾ, എത്രയോ സൗന്ദര്യമുള്ളവർ, സമ്പത്തുള്ളവർ, ആരോഗ്യമുള്ളവർ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, എത്ര പ്രിയപ്പെട്ടവരാണ് ആമേൻ ഈ 30-ാമത്തെ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. എത്രയോ പ്രിയപ്പെട്ടവർ ആത്മഹത്യകളിൽ, ഞൊടിനേരം ഉണ്ടാകുന്ന ആമേൻ രോഗ ബലഹീനതയിൽ, ആക്സിഡൻറ്റുകളിൽ എത്രയെത്ര പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ പേർ ഹോസ്പിറ്റൽ ആയിരിക്കുന്നു, ഭവനങ്ങളിലായിരിക്കുന്നു, വഴിയമ്പലങ്ങളിലായിരിക്കുന്നു. അവരെക്കാൾ ഒരു യോഗ്യത പറയുവാനില്ലാത്ത നമ്മെ കണ്ണുനീരിൽ നിന്നും, നമ്മെ കാലിന് വീഴ്ചയിൽ നിന്നും, പ്രാണന് മരണത്തിൽ നിന്നും വിടുവിച്ച് ഈ 4-ാം മാസത്തിൻ്റെ 30-ാമത്തെ പ്രഭാതവും ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ തന്ന് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തെ ഓർത്ത് ആ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, കർത്താവിൻ്റെ ദാസിദാസന്മാരെ, സ്തോത്രം. ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ എത്ര അതിശയകരമാണ്, എത്ര ശ്രേഷ്ഠകരമാണ്. 90-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. മോശയുടെ സ്വന്തം സഹോദരനായിരുന്ന അഹരോന്റെ വേർപാടിന് ശേഷം മോശ ദൈവസനെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം എന്ന് പൊതുവെ വിശ്വസിക്കും. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവദർശനവും വെളിപ്പെടുത്തുന്നു. 2-ാം വാക്യത്തിൽ പ്രപഞ്ച ദർശനം വെളിപ്പെടുത്തുന്നു. 3-ാം വാക്യത്തിൽ മനുഷ്യദർശനവും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ മരണാനന്തര ഭാവിയെക്കുറിച്ചും താൻ ധ്യാനിക്കുന്നു. മരണത്തോടെ ജീവിതം തീരുന്നില്ലെന്നും മരണാനന്തര ജീവിതം ദൈവം എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നു എന്നും താൻ വെളിപ്പെടുത്തുന്നു. തുടർന്ന് താൻ ഓർമ്മിപ്പിക്കുന്നത് ഒരാളുടെ ഭൂമിയിലെ ആയുസ് ശരാശരി 70-80 വർഷമാണെന്നും അത് തീരുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നുള്ള ദൈവശബ്ദത്തിന് കീഴടങ്ങി ഈ ലോകം വിട്ട് എല്ലാവരും പോകണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ ഓരോരുത്തരും തങ്ങളുടെ നാളുകളെ എണ്ണി ജീവിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിത്യതയെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇവിടെ നന്നായി ജീവിക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മരണം ഏത് നിമിഷവും ഉണ്ടെന്ന്, നാളെ എനിക്കായി ഒരു പെട്ടി ഒരുങ്ങിയിരിപ്പുണ്ടെന്ന് നാം ദിനവും ഓർക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മേക്കാൾ ആരോഗ്യമുള്ളവർ, സൗന്ദര്യമുള്ളവർ, എത്രയോ ആണ്ട് ഈ ലോകത്തിൽ ഇനിയും ജീവിച്ച് കൊതി തീർക്കാമെന്ന് ആഗ്രഹിച്ചവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നാം ഓരോ ദിനവും നമ്മുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ലോകപ്രകാരം അനേക അറിവുകൾ പ്രാപിച്ച മോശ നിത്യജീവനായിട്ട് എങ്ങനെ ജീവിക്കണമെന്നുള്ള ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. ലോകത്തിൽ വിവിധ തരം അറിവുകളുണ്ട്. ലോകപ്രകാരം വളരെ ബുദ്ധിമാന്മാരുമുണ്ട്. എന്നാൽ ഈ അറിവുകളൊന്നും തന്നെ ആരെയും നിത്യതയിൽ അഥവാ സ്വർഗത്തിൽ എത്തിക്കുന്നില്ല, അവരെ കൊണ്ടെത്തിക്കുന്നില്ല. അതാണ് വാസ്തവം. നിത്യതയെക്കുറിച്ചുള്ള ജ്ഞാനം ഹൃദയത്തിലുള്ളവർ, അതിൻ പ്രകാരം ജീവിക്കുന്നവരും നിത്യതയിൽ എത്തും. ഈ ലോകത്തിൽ അനേക വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയവരുണ്ട്. ഇവിടെ ജീവിക്കുവാൻ ബുദ്ധിയും അറിവും ഒരു പരിധിവരെ ആവശ്യമാണ്.
ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള മോശയുടെ പ്രാർത്ഥന അർത്ഥവത്താകുന്നത് ഒരുവൻ യേശുവിൽ കൂടെയുള്ള രക്ഷ കണ്ടെത്തുമ്പോൾ മാത്രമാണ്. നമ്മുടെ നഷ്ടപ്പെട്ട അവകാശങ്ങളും പദവികളും സന്തോഷങ്ങളും വീണ്ടെടുത്ത് തരുവാൻ കഴിയുന്ന ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരം വന്നു എങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ട ദൈവിക ബന്ധത്തിലേക്ക് നമുക്ക് തിരികെ ചേരുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ നമ്മുടെ പാപപരിഹാരത്തിനായി യേശു ക്രിസ്തു മരിച്ചു എന്ന് നാം വിശ്വസിക്കുകയും അനുതാപത്തിൽ കൂടെയും പാപം ഏറ്റുപറച്ചിൽ കൂടെയും ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ കഴിയുന്നതുമാണ്. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുകയും ഭയത്തോടും ഭക്തിയോടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സേവിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ജ്ഞാനം. ഒരു മനുഷ്യന്റെ ദോഷമകന്നു നടക്കുന്നത് തന്നെ വിവേകമെന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അവസരങ്ങൾ നമ്മെ കാത്തു നിൽക്കാതെ അതിവേഗം കടന്നു പോകുന്നു. പ്രിയ ദൈവമക്കളെ, വീണ്ടും ജനിക്കാത്തവർ ഇത് ഗ്രഹിക്കുന്നതുമില്ല. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് യാചിക്കുന്നത് എൻ്റെ നാളുകളെ എണ്ണുവാൻ തക്ക ജ്ഞാനമുള്ള ഒരു ഹൃദയം ലഭിക്കുവാൻ വേണ്ടിയാ. ആമേൻ. ഹല്ലേലൂയ. തനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയത്തെ ദൈവം കൊടുക്കണമെന്നാണ്. ലോകപ്രകാരം ഏറ്റവും ശ്രേഷ്ഠകരമായ മിസ്രൈമിലെ അവൻ ജ്ഞാനത്തെ പ്രാപിച്ച മോശ ദൈവത്തോട് പറയുന്നു, ആമേൻ, ഹാലേ, എൻ്റെ നാളുകളെ എണ്ണുവാൻ തക്ക ജ്ഞാനമുള്ള ഒരു ഹൃദയം ലഭിക്കണമെന്ന്. ഒരു ശുഭപര്യവസാനത്തിനായി ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന താലന്താണ് സമയം. അതേ സമയം, ആമേൻ, അത് ഏറ്റവും പരിതാപവുമാണ്. നമുക്ക് ലഭിക്കുന്ന വിലപ്പെട്ട സമയത്തിൽ പരമാവധി നമുക്കായി രൂപാന്തരപ്പെടുത്താതെ കർത്താവിനായി പ്രയോജനപ്പെടുത്തുക. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാം, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാം, തലമുറകൾക്ക് വേണ്ടി. പലരും പറയുന്നത് തലമുറകൾക്ക് വേണ്ടി ഞാനൊന്നും കരുതിയില്ലല്ലോ. യാക്കോബ് പറയുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനൊന്നും കരുതിയില്ലല്ലോ. കുടുംബത്തിന് വേണ്ടി കരുതാതെ സ്തോത്രം, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ സമ്പാദിച്ച് തിന്നും കുടിച്ചും ആനന്ദിച്ചും ഇനിയും ജീവിക്കാമെന്നുള്ള സമയം കണ്ടെത്താതെ ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും കുഞ്ഞെ അല്പസമയമെങ്കിലും കർത്താവിന് വേണ്ടി നീ വേർതിരിക്കണം. കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം. അതുകൊണ്ട് അവസരങ്ങളെ വിലയ്ക്ക് വാങ്ങി നന്മ ചെയ്യുവാനും കർത്താവിനായി സാക്ഷ്യം വഹിക്കുവാനും ലഭിക്കുന്ന വേളകൾ ഒരിക്കലും നഷ്ടമാകാതിരിക്കുകയും ചെയ്യണം. നഷ്ടമാക്കരുത്. സമയം വിലപ്പെട്ടതാണ്. അറിഞ്ഞ് ഓരോ നാളുകളെ എണ്ണുന്ന ജ്ഞാനം ലഭിക്കുവാൻ മോശയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയ ദൈവവേദിയിലെ ദൈവിക ജ്ഞാനം നാം പ്രാപിക്കണമെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ നാം ലജ്ജിച്ചു നിൽക്കേണ്ടി വരികയില്ല. ദൈവീക ജ്ഞാനം നാം പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്നെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ തല താഴ്ചുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതെ, ഒരിക്കൽ കൂടെ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ ദിവസങ്ങളിൽ ഒരു ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുവാൻ, സ്തോത്രം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു ജ്ഞാനമുള്ള ഹൃദയം, അത് പ്രാപിച്ച മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന ഭക്തൻ. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റുവാനിടയായി. ഹല്ലേലൂയ. യാബോക്കിൻ്റെ തീരത്ത് അർദ്ധരാത്രിയിൽ താൻ പ്രാർത്ഥിക്കുവാനിടയായി യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറുവാനിടയായി. കൊട്ടാരത്തിനകത്ത് പാർത്തിട്ടും തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, സ്തോത്രം, യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എസ്തേർ, പ്രാർത്ഥിക്കുന്ന മൊർദെഖായി,
ഹല്ലേലൂയ, അവരുടെ ചരിത്രങ്ങളെ മാറ്റുവാനിടയായി. പ്രിയ ദൈവവേദിയിലെ ജ്ഞാനത്തോടെ ദൈവകൃപയോടുകൂടെ ദൈവസന്നിധിയിൽ ആമേ പ്രാർത്ഥിക്കുന്ന ദൈവവേദിയിലായി നമുക്ക് നിൽക്കാം. ജ്ഞാനമുള്ള ഒരു ഹൃദയത്തെ ദൈവം നമുക്ക് നൽകുവാനിടയായി. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. സ്വർഗം നമ്മുടെ ആമേ സ്തോത്രം പ്രാർത്ഥനയെ കേൾക്കുവാൻ നമ്മെ തന്നെ താഴ്ത്താം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഹൃദയത്തെ നൽകണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഓരോ ദിനവും കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ മുന്നിൽ കർത്താവേ സ്തോത്രം ഒരു നിത്യതയുണ്ട്. അവൻ ഞങ്ങളുടെ മുന്നിൽ ഒരു മരണമുണ്ട് കർത്താവേ, ഒരു വേർപാടുണ്ട്. ആമേൻ സ്തോത്രം, ആ വേർപാടിൻ്റെ ഒടുവിൽ ഞങ്ങൾക്കൊരു നിത്യത ആമേൻ സ്തോത്രം ദൈവം കരുതിയിട്ടുണ്ടെന്നുള്ള പ്രത്യാശയിൽ ആ ജ്ഞാനത്തിൽ നിലനിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്യും. ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും ദൈവദാസന്മാരുടെ മേലും വാത്സല്യ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവ് ജ്ഞാനത്തെ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ജ്ഞാനമില്ലാതെ എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ വ്യക്തികൾ ഈ ഭൂമിയിൽ തകർന്നു പോയിട്ടുണ്ട്. അവിടെ ആത്മീയം തകർന്നു പോയിട്ടുണ്ട്, അവിടെ സമ്പത്ത് തകർന്നു പോയിട്ടുണ്ട്, കുടുംബ ജീവിതങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അവൻ വ്യക്തി ബന്ധങ്ങളെല്ലാം തകർന്നു പോയത് ജ്ഞാനമില്ലായ്മയായി. കർത്താവേ, ഈ ദിവസങ്ങളിൽ ജ്ഞാനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ജ്ഞാനത്തോടുകൂടെ ഈ പ്രഭാതത്തിൽ നിർത്തുമാറാകട്ടെ. താങ്ക് യു.